ജയദേവ, നമ്മൾ ഈ ദണ്ഡകാരുണ്യം മുഴുവൻ ചുറ്റി നടന്ന് കണ്ടു കഴിഞ്ഞു. ഇവിടെയെങ്ങും പഞ്ചവടിയെപ്പോലെ ശാന്തമായ ഒരു സ്ഥലം കാണുവാനേ കഴിയുന്നില്ലല്ലോ. ഉത്കൃഷ്ട മുനിവരിയ, ദണ്ഡകാരണ്യം ഇടതൂർന്ന വനമാണ്. മൃഗങ്ങൾ കൂടുതലുണ്ട്. ഈ പഞ്ചവടിയാണെങ്കിൽ ഭംഗിയുള്ള ചോലകൾ ഒഴുകുന്ന ഇടം. അരികിൽ തന്നെ ജനങ്ങൾ വസിക്കുന്ന ജനസ്ഥാനമുള്ളതിനാൽ ഇവിടെ മൃഗങ്ങൾ കൂടുതലായി വരാറില്ല. അതുകൊണ്ടാണ് ഈ പകുതി മുഴുവനായും ശാന്തി താണ്ഡവമാടുന്നത്. ഇനി നമ്മൾ തങ്ങാൻ വേണ്ടി വേറെ ഒരു സ്ഥലവും തിരയേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ഒരു ആശ്രമം പണിത് വസിക്കാമല്ലോ. അങ്ങനെ തന്നെ ചെയ്യാം. വന്നാലും എന്താ ഇത്? കാവിധാരികളായ ഒരുവനെയും ഈ പ്രദേശത്ത് കാണുന്നില്ലല്ലോ. എടോ മടയാൻ, നമ്മൾ അവരെ എന്നോ തുരത്തിവിട്ടതാണ്. അതും ശരിയാ. ആ അതാ രണ്ടുപേരവിടെ ഇരിക്കുന്നു. പോയി നോക്കാം. ഏയ് സന്യാസിമാരെ, എന്തിനാണ് നിങ്ങൾ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്? പ്രഭോ, ഞങ്ങളൽപ്പം സമാധാനം തേടിയാണ് ഈ ഭാഗത്തേക്ക് വന്നത്. സമാധാനം കിട്ടാനോ? കള്ളം പറയുന്നോ? ഞങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമായി ദീർഘകാലമായി തപസ്സനുഷ്ഠിക്കുന്ന നിങ്ങൾ സമാധാനം തേടിയാണോ ഈ ഭാഗത്തേക്ക് വന്നത്? അല്ല, അങ്ങനെയല്ല. ഞങ്ങളെ നശിപ്പിക്കാൻ എന്തോ പദ്ധതിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങൾക്കാണോ സമാധാനം വേണ്ടത്? നശൂലങ്ങളെ! അല്ല അനുജ, എന്താ ഇവർക്ക് സമാധാനം വേണത്രേ. കൊടുത്താലോ? നിരന്തരമായ സമാധാനം കൊടുത്താലോ? ഞങ്ങൾ ഒന്നും ചെയ്യില്ലേ. ഞങ്ങൾ ഭഗവാനെ തപസ് ചെയ്യാനാണ് വന്നത്. ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞങ്ങളെ നശിപ്പിക്കാനുള്ള ഉദ്ദേശമാണല്ലേ? നിങ്ങളെ ആ ദൈവത്തിന്റെ അടുത്ത് തന്നെ പറഞ്ഞയച്ചേക്കാം. അയ്യോ വേണ്ട, ഞങ്ങൾ ഒന്നും ചെയ്യല്ലേ. ഇനി നിങ്ങളുടെ നിങ്ങൾക്ക് എളുപ്പം കാണാം. നിങ്ങളെ ഈ ഞാൻ രക്ഷിക്കാം. നാരി, നീ ആരാണ്? ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളുടെ എതിരാളികളെ നീ രക്ഷിക്കുമെന്നാണോ പറയുന്നത്? അങ്ങനെയാണോ? ധൈര്യമോ? ഞാനാര്? എന്ത് ധൈര്യത്തിലാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് നിങ്ങൾ തന്നെ അധികം വൈകാതെ മനസ്സിലാക്കിക്കോളും. മര്യാദയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇവിടുന്ന് വേഗം പോയിക്കൊള്ളൂ. പോയില്ലെങ്കിൽ നീ എന്തു ചെയ്യും? എന്ത് ചെയ്യുമെന്നോ? ഇതെന്ത് മായാജാലമാണ് നാരായണ? ഈ അഗ്നിയെ നിങ്ങളുടെ ദേഹത്ത് കൊളുത്തി നിങ്ങളെ അഗ്നിക്ക് ഇരയാക്കുന്നതാണ്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, ഇവിടുന്ന് വേഗം പൊയ്ക്കോളൂ. ഈ അഗ്നിയെ ഞങ്ങൾ നേർക്ക് അയക്കരുത്. ഞങ്ങൾക്കിത് താങ്ങാൻ കഴിയുന്നില്ല. ഇപ്പൊ തന്നെ ഇവിടുന്ന് പൊയ്ക്കോളാം. മിണ്ടരുത്. പറഞ്ഞതാദ്യം ചെയ്യൂ. ഞങ്ങൾ പോവുകയാണ്. വേഗം. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടത്. ഓടിക്കോ വേഗം. ഇവ വന്നതുപോലെ മറയട്ടെ. മാതേ, എന്താ ഇത്? ഈ വിദ്യകളൊക്കെ മാതാവ് എങ്ങനെയാണ് അഭ്യസിച്ചത്? എനിക്കെല്ലാം അറിയാം. നീ മിണ്ടാതെ എന്റെ കൂടെ വരൂ. ശരി മാതേ. മകളെ, ദൈവത്തെ പോലെ നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു. നീ ആരാ മകളെ? ഞാൻ ആരാണെന്നത് നിങ്ങൾ തന്നെ അത് വഴിയെ മനസ്സിലാക്കിക്കോളും. മുനിവര്യന്മാരെ, നിങ്ങൾക്ക് നിരന്തരമായി തപസ് ചെയ്ത് മുക്തി നേടുവാനായിട്ട് ഞാൻ തന്നെ ഒരു നല്ല സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ്. എന്നോടൊപ്പം വന്നാലും വരൂ. നമ്മുടെ കരമഹാരാജാവിന്റെ ഉത്തരവ് പ്രകാരം നമ്മളാണ് മുനിവര്യന്മാരെ പേടിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയതായ ഒരു നാരി വന്ന് നമ്മളെ തന്നെ പേടിപ്പിക്കുന്നു. അവൾ ആരാണെന്നറിയില്ല. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നമ്മൾ ഇനി ഓരോ അടിയും സൂക്ഷിച്ചു വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ നഷ്ടമായെന്ന് വരും. അതെ. ഇവിടെ രണ്ടുപേര് തപസ് ചെയ്യുകയാണല്ലോ. ഇവരെ നമുക്ക് ഇവിടെ നിന്ന് ഓടിച്ചാലോ? അല്ലെങ്കിൽ ആ നാരിയെ ഭയന്ന് നമ്മൾ ഇവിടെ നിന്ന് പലായനം ചെയ്യണോ? അതിന് അവൾ ഇവിടെ ഇല്ലല്ലോ. പിന്നെന്തിനാ നമ്മൾ അവളെ ഭയക്കുന്നത്? അത് ശരിയാണ്.
അനുജ, നമുക്ക് നമ്മുടെ കടമ ചെയ്യാം. ഇവരിവിടുന്ന് ഓടിക്കാം. അതെ, അതാണ് ശരി. ഏയ് നശൂരങ്ങളെ, ഇവിടുന്ന് വേഗം ഓടിക്കോ. ഓടാനാ പറഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങൾ വേഗം. നിങ്ങളെ വധിക്കുന്നതാണ്. വേഗം വാ, ഓടിക്കോ. വേഗം വാ. വിടരുത്. വേഗം. ഓടിക്കോ, വേഗം. ഓടിക്കോ, ആഹാ. ഓടിക്കോ, ഓടാൻ. ഓടിക്കോ. നിന്നാലും മുനിവര്യന്മാരെ, അയ്യോ, ആ മായാവി നാരി ഇവിടെ വന്നിരിക്കുന്നു. ഓടിക്കോ, ഓടിക്കോ. ഓടിക്കോ, ഓടിക്കോ. വേഗം വാ. ഓട്, വേഗം ഓട്. അയ്യോ, ഓടിക്കോ, ഓടിക്കോ, തിരിഞ്ഞു നോക്കരുത്. ഓടിക്കോ. മുനിവര്യന്മാരെ, നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നറിയാത്ത മുരടന്മാരായ അസുരന്മാർ അന്യോന്യം കൂട്ടിയിടിച്ച് ഒരുപാട് ഭയപ്പെട്ടാണ് ഓടുന്നത്. നിങ്ങളൊന്നും ഓർത്തും ഭയപ്പെടേണ്ടതില്ല. ഇവരോടൊപ്പം നിങ്ങളെയും ഞാൻ സംരക്ഷിച്ചുകൊള്ളാം. വളരെ നന്ദി മകളെ. വന്നാലും പോകാം. എന്റെ പ്രിയപ്പെട്ട അനുജന്മാരായ ഭൂഷണ, തിരിശിറ, ലങ്കാധിപതിയും നമ്മുടെ വല്യമ്മയുടെ പുത്രനുമായ നമ്മുടെ ജ്യേഷ്ഠൻ രാവണേശ്വരന് എത്ര വലിയ മനസ്സാണെന്ന് കണ്ടില്ലേ? അത് ഏതു വിധത്തിലാണ് ജ്യേഷ്ഠ? ഏതു വിധത്തിലെന്നോ? അനുജ തിരിശിറ, ഈ പ്രപഞ്ചം തന്നെ പുകഴ്ത്തുന്ന പ്രതാപശാലിയായ ലങ്കേശ്വരനായിരുന്നാലും നമ്മുടെ ജ്യേഷ്ഠന്റെ മഹത്വം ലങ്ക എന്ന രാജ്യത്തു മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചെറിയമ്മയുടെ പുത്രന്മാരായ നമ്മൾ മൂവരും ഭരണമെന്തെന്ന് അഭ്യസിക്കാനായി ജനസ്ഥാനം, പഞ്ചവടി, ദണ്ഡകാരുണ്യം എന്നീ 3 ഭാഗങ്ങളെയും നമുക്കു വേണ്ടി നൽകിയിരിക്കുകയല്ലേ? അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ജ്യേഷ്ഠ, നമ്മുടെ ജ്യേഷ്ഠന്മാരായ രാവണേശ്വരൻ, കുംഭകർണൻ, വിഭീഷണൻ, അരുമയായ ജ്യേഷ്ഠത്തി ശൂർപ്പണഖ എന്നീ 4 പേരും ഒരമ്മ പെറ്റ മക്കൾ. അവരിൽ മൂത്തവനായ ഒരാൾക്ക് മാത്രമാണ് പട്ടം. അതുകൊണ്ടാണ് രാവണൻ തനിക്കു ഭരിക്കുവാൻ വേണ്ടി ഒരു ലങ്ക മാത്രം മതിയെന്ന് തീരുമാനിച്ച് തന്റെ കൂടപ്പിറപ്പുകളെ ആദരിക്കുന്നത്. നമ്മളും അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പുകൾ തന്നെയല്ലേ? കൂടപ്പിറപ്പുകൾ തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട അനുജ തിരുശിര. കുബേരൻ, രാവണേശ്വരൻ, അദ്ദേഹത്തിന്റെ സഹോദരന്മാർ, സഹോദരി, നമ്മൾ, അങ്ങനെയുള്ള എല്ലാവരുടെയും പിതാവ് മഹാനായ വിശ്രവമുനിവര്യനല്ലേ? എന്നാലും മാതാക്കൾ 4 പേരല്ലേ? അതെ, അവരിൽ മൂത്തവരായ ഇളവിട എന്ന മാതാവ് ആ കുബേരന് ജന്മം നൽകി. ആ കുബേരനും അവർക്കു വസിക്കുവാൻ വേണ്ടി ഏർപ്പാടാക്കിയ ലങ്കയും അവരുടെ ഇളയമ്മയായ കൈകേശിയുടെ പുത്രനായ രാവണേശ്വരന് നൽകി. അതിനുശേഷം കുബേരൻ കൈലാസത്തിന്റെ വടക്ക് കിഴക്കായി അളകാപുരി എന്ന ഭംഗിയുള്ള നഗരത്തെ ഭരിച്ചുകൊണ്ട് അവിടെ തന്നെ കുടികൊള്ളാൻ തീരുമാനിച്ചു. അതുപോലെ രാവണേശ്വരൻ അദ്ദേഹത്തിന്റെ ചെറിയമ്മമാരിൽ പുഷ്പോക്കടയി എന്ന മാതാവ് ജന്മം നൽകിയ താങ്കളും റാഗൈ എന്ന മാതാവിന് ജന്മം നൽകിയ ഞങ്ങൾ ഇരുവരും നന്നായിരിക്കണമെന്ന് കരുതി നമ്മൾ 3 പേർക്കും ഈ 3 ഭാഗങ്ങളും തന്നിരിക്കുകയാണ്. നമ്മൾ 2 പേരെക്കാളും ജ്യേഷ്ഠൻ കരൻ മൂത്തയാളായതുകൊണ്ട് ഈ 3 പകുതികളെയും അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഈ ഒത്തൊരുമ നമ്മുടെ മൃത്യുവിന് ശേഷവും ഇങ്ങനെ തന്നെ തുടരണമെന്ന് ഞാൻ സാക്ഷാൽ മഹാദേവനോട് പ്രാർത്ഥിക്കാറുണ്ട്. മഹാരാജൻ, എന്താ വീരന്മാരെ, എന്തിനാണിങ്ങനെ ശീഘ്രം ഓടി വരുന്നത്? എന്താണുണ്ടായത്? ഏതോ 2 നാരികൾ നമ്മുടെ പഞ്ചവടി വനത്തിൽ പുതുതായി വന്നിരിക്കുക. അതിലൊരുത്തി മുനിമാരെ എല്ലാം രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, ഈ കരൺ ഭരിക്കുന്ന വനമാണെന്നറിഞ്ഞിട്ട് പോലും ആ മുനിമാരെ രക്ഷിക്കാനായി ഒരു തരുണീമണി വന്നിരിക്കുകയാണെന്നോ? എവിടെ നിന്നോ ഒരു നാരി വന്ന് തപസ്സുകളായ മുനിമാരെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടെന്നോ? അസുരന്മാരെ എതിർക്കാൻ മാത്രം ശക്തിയുള്ളവളാണോ അവൾ? അവളൊരു മായാവിയ രാജൻ. ഭീരുക്കളെ, ഒരു നാരിയെ ഭയന്ന് കഴുതപ്പുലികളെ പോലെ ഓടി വന്നിരിക്കുകയാണോ? എവിടെയാണവൾ? അവളെ ഞങ്ങൾക്ക് കാണിച്ചതാ. ഒരു ഞൊടിക്കുള്ളിൽ തന്നെ അവളെ ഈ ലോകത്തു നിന്നും പറഞ്ഞയച്ചേക്കാൻ ഞാൻ. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം.
പ്രഭോ, ഞങ്ങൾ പറഞ്ഞ നാരി ഇവളാണ്. പ്രഭോ, ഇവളാ രക്ഷപ്പെട്ട മുനിവര്യന്മാരാണിത്. ഇവളുടെ തോഴിയാണവൾ. ഹേയ് നാരി, നീ ഭഗവാനെ പൂജിച്ചത് മതി, എഴുന്നേൽക്ക്. ശിവപൂജയിൽ കരടിയെപ്പോലെ അലറുന്നുണ്ടല്ലോ. നിങ്ങൾ ആരാണ്? എന്ത്? ഞങ്ങളുടെ ജ്യേഷ്ഠനെ കരടിയെന്ന് വിളിക്കുന്നോ? ഉം. എന്ത് അഹങ്കാരമാണ് നിനക്ക്? നാരി, ഈ വന്നിരിക്കുന്നത് ആരാണെന്നറിയാമോ? ഈ ഒരു പകുതി ഭരിക്കുന്ന കരൺ മഹാരാജാവ്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ അനുജന്മാർ. പേര് ദൂഷണൻ, തിരീശരൻ. ഓഹോ, ഈ ഒരു പകുതിക്ക് വിനയമില്ലാത്തൊരു മന്നൻ, അദ്ദേഹത്തിന് വിവരമില്ലാത്ത ഈ 2 അനുജന്മാർ, ബുദ്ധി വളർച്ചയില്ലാത്ത വേലക്കാർ വേറെയും. മതി, നിർത്ത്. ഞങ്ങളുടെ അറിവിലും കഴിവിലും എന്തു കുറവാണ് നീ കണ്ടത്? എന്തിനാണ് ഞങ്ങളുടെ വീരന്മാരെ വിരട്ടിയത്? ഞങ്ങളുടെ വിരോധികളായ മുനിവര്യന്മാരെ എന്തിനു വേണ്ടിയാണ് നീ രക്ഷിച്ചത്? എഴുന്നേറ്റ് വന്ന് കാരണം പറയേ, ഇല്ലെങ്കിൽ ആ ശിവഭഗവാന് തന്നെ നിന്നെ ബലിയായി അർപ്പിക്കും. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുന്നേറ്റ് വരാമല്ലോ. എവിടെ? നിങ്ങളെക്കൊണ്ട് കഴിയുമെങ്കിൽ എന്നെ ഇവിടെ തന്നെ ബലി കൊടുക്കൂ, കാണട്ടെ. ആരായത്? നമ്മുടെ പ്രിയ സഹോദരി ശൂർപ്പണഖയോ? അതെ, ഞാൻ തന്നെയാണ്. എന്ത്? അതിരിക്കട്ടെ, നീ എപ്പോഴാണ് ലങ്കയിൽ നിന്ന് വന്നത്? എന്തിനാണ് വന്നത്? നീ എന്താ ഈ വേഷത്തിൽ? ജ്യേഷ്ഠ, നമ്മുടെ ജ്യേഷ്ഠൻ രാവണേശ്വരനോട് ഞാൻ തന്നെയാണ് കുറച്ചുകാലം ദണ്ഡകാരണ്യത്തിൽ തങ്ങിയിട്ടു പോകാൻ അനുമതി ചോദിച്ചത്. അദ്ദേഹം അതിന് സമ്മതിച്ച് എന്നെ പറഞ്ഞയച്ചു. അതിരിക്കട്ടെ, ഞങ്ങളെ അന്വേഷിച്ചു വന്ന നീ ഞങ്ങളടുത്തേക്ക് വരാതെ ഇവിടേക്ക് വന്നെന്തിനാ? നമ്മുടെ എതിരാളികളായ മുനിവര്യന്മാരെ എന്തിനാ രക്ഷിച്ചത്? ഞാൻ ഈ മുനിവര്യന്മാരെ രക്ഷിച്ചു വന്നോ? ജ്യേഷ്ഠ, ഇവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ അഭിനയിച്ചത്. എന്ത്? ഓ, അഭിനയിച്ചതാണോ? കൊള്ളാം. ആദ്യം ഈ രൂപമൊന്ന് മാറ്റേ. നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുന്നു. ജ്യേഷ്ഠ, അങ്ങേ അന്വേഷിച്ചാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അപ്പോഴാണ് നമ്മൾ ജീവനോടെ എരിച്ചു കൊല്ലേണ്ട നമ്മുടെ വിരോധികളായ ഈ മുനിവര്യന്മാരെ അങ്ങയുടെ പടയാളികൾ വിരട്ടി ഓടിക്കുന്നത് കണ്ടത്. ഉടനെ ഇവരെ രക്ഷിക്കുന്നതുപോലെ അഭിനയിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങയുടെ മുമ്പിലെത്തിച്ച് വായു സഞ്ചാരമില്ലാത്ത ഗുഹയിലടച്ച് വധിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലവളായി അഭിനയിച്ചത്. ഇവരെ ഞാൻ ഭദ്രമായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ജ്യേഷ്ഠ എന്റെ തന്ത്രം? വളരെ നല്ല തന്ത്രം തന്നെ. നീ ഞങ്ങളുടെ അല്ലേ സഹോദരി? അതുകൊണ്ടാണ് നീ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നത്. വീരന്മാരെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എതിരാളികളെ എങ്ങനെയാണ് തന്ത്രപൂർവ്വം പിടിക്കേണ്ടതെന്ന്? ഇവരെ പിടിച്ചുകൊണ്ടുപോയി ഗുഹയിൽ അടച്ചിടൂ. ഉത്തരവ് മഹാരാജാവേ. വേണ്ട. അങ്ങോട്ട് നടക്ക്. വരും, നമുക്ക് പോകാം. വരൂ. ശൂർപ്പണഖേ, നമ്മുടെ ദണ്ഡകാരുണ്യത്തിന്റെ ഭാഗത്തേക്ക് വന്നിരിക്കുന്ന നീ ഞങ്ങൾ വാഴുന്ന ജനസ്ഥാനത്തിന്റെ മുഴുവൻ ഭാഗവും ചുറ്റി നടന്ന് കണ്ടില്ലേ? ഈ ഒരിടത്തെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? ജ്യേഷ്ഠ, ദണ്ഡകാരണ്യം ശാന്തി താണ്ഡവമാടുന്ന ഭംഗിയുള്ള വനമാണ്. നിങ്ങൾ വാഴുന്ന ജനസ്ഥാനം ഗോദാവരി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഫലഭൂയിഷ്ടമായ പ്രദേശമാണ്. എല്ലാത്തിലുമുപരി എന്നെ കൂടുതൽ സ്വാധീനിച്ചത് ഈ ഭാഗത്ത് ജനങ്ങൾ സംസാരിക്കുന്ന എളിയ ഭാഷയാണ്. എന്താ സഹോദരി, ആ ഭാഷ നിന്റെ മനസ്സിനെ കവർന്നെടുത്തോ? അതെ ജ്യേഷ്ഠ, നമ്മുടെ ജ്യേഷ്ഠൻ രാവണേശ്വരൻ ഇവിടെ വന്ന സമയത്ത് ഈ ഭാഷ കേട്ട് ഇതിനോട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അതെ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സേനാധിപതികൾ ഇവിടേക്ക് അയച്ച് ഈ ഭാഷ പഠിപ്പിച്ച് ലങ്കയിൽ പട നയിക്കാനായി ഈ ഭാഷ ഉപയോഗിക്കുന്നത്. ജ്യേഷ്ഠ, അവിടെ ഉപയോഗിക്കുന്ന ഈ ഭാഷ കേട്ട് ഇതെന്ത് ഭാഷ? നമ്മുടെ ജ്യേഷ്ഠൻ ലങ്കേശ്വരൻ ഈ ഭാഷ പഠിച്ചു വരാൻ പറഞ്ഞ് അവിടെയുള്ളവരെ അഭ്യസിപ്പിക്കുന്നുണ്ടല്ലോ. ഈ ഭാഷയിൽ അതിനുമാത്രം എന്ത് പ്രത്യേകതയാണ് ഉള്ളതെന്ന് ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചതാണ്. എന്നാൽ ഇവിടെ വന്ന് ഇവിടുത്തെ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ കേട്ടതിനു ശേഷമാണ് ഈ ഒരു നല്ല ഭാഷയെ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിച്ചല്ലോ എന്നോർത്തത്.
അതിരിക്കട്ടെ ജ്യേഷ്ഠ, ഈ ഭാഷയുടെ പേരെന്താണ്? തെലുങ്ക്. എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? നല്ല തെളിനീര് പോലെ തെളിഞ്ഞ ഭാഷയാണിത്. ആ, അങ്ങനെ ഇവിടുത്തെ ജനങ്ങൾ എപ്പോഴും പറയാറുണ്ട്. കവികൾ ഇതിനെ സുന്ദര തെലുങ്കെന്നും പറയാറുണ്ട്. ആ, ജ്യേഷ്ഠ, തെലുങ്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഭാഷയാണെങ്കിൽ ഇതിനു മുമ്പ് അതെവിടെയായിരുന്നു? എങ്ങനെയായിരുന്നു? ആരാണത് തിരഞ്ഞെടുത്ത് ജനങ്ങളെ പഠിപ്പിച്ചത്? സഹോദരി, ഒരു കാലത്ത് നാവലൻ ദ്വീപ്, ജംബൂദ്വീപ് എന്നു പറയപ്പെടുന്ന ഈ ദ്വീപുകളിലെല്ലാം തന്നെ മലയാള ഭാഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വടക്കുനിന്ന് വന്ന വേദാന്തികളുടെ പടയെടുപ്പ് മൂലം വടക്ക് വഴക്ക് നടന്ന് മലയാളം വിന്ധ്യന് തെക്കുഭാഗത്ത് ജീവിക്കുന്ന ജനങ്ങളാൽ മാത്രം സംസാരിക്കപ്പെട്ടു വന്നു. അതിലും വേങ്കടമലയ്ക്കും വിദ്യമലയ്ക്കും ഇടയിലുള്ള പകുതിയായ ഇവിടെ വാഴുന്ന ജനങ്ങൾ കൂടുതൽ മലയാള ഭാഷ സംസാരിച്ചതായും അറിയുന്നു. അതേസമയം ഇവിടെ വന്ന് ജീവിച്ച നമ്മുടെ പൂർവികരുടെ നിരയിലുള്ള കർണമഹർഷി എന്നയാൾ ഇവിടെ ജീവിച്ചിരുന്ന ജനങ്ങൾ ഭാഷ സംസാരിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഇവിടെ പുതുതായി വന്ന വേദഭാഷ പച്ച മലയാളവുമായി കലർത്തി ഒരു പുതിയ മൊഴി ഉണ്ടാക്കിയെടുത്തു. അതിന് തെലുങ്കു ഭാഷയെന്ന് നാമകരണം ചെയ്തതായും പറയപ്പെടുന്നുണ്ട് സഹോദരി. ആ മൊഴി ഉപയോഗിക്കുന്ന ഈ ഭാഗത്ത് ത്രിലിംഗദേശമെന്ന് പേരിട്ടതായും പറയുന്നുണ്ട്. പ്രിയ സഹോദരി, ഈ ഭാഷ ഇവിടെ മാത്രമല്ലാതെ വാനര രാജ്യമായ കിഷ്കിന്ധയിൽ വരെ മെല്ലെ പകർന്നതാണ്. ഇതിങ്ങനെ തന്നെ പകർന്നാൽ ആ മുനിമാരുടെ ആധിപത്യം ഇവിടെ മാത്രമല്ലാതെ തെക്ക് ദേശം മുഴുവനും പരന്ന് ലങ്കയിലും വന്നു ഭവിക്കും. ഇത് മനസ്സിലാക്കിയെന്നോണമാണ് നമ്മുടെ ജ്യേഷ്ഠൻ രാവണേശ്വരൻ അത് തടുക്കണമെന്ന് കരുതി തെക്ക് മുഴുവൻ തന്റെ കൈപ്പിടിക്കുള്ളിലാക്കിയത്. എന്നാൽ മഹാമുനിയായ അഗസ്ത്യനു കൊടുത്ത വാക്കിന്റെ പേരിൽ തെക്ക് മുതൽ കുമരി വരെയുള്ള ഭാഗങ്ങളിൽ എങ്ങും തന്നെ കാൽ വയ്ക്കാതെ ഈയൊരു ദക്ഷിണഭാഗത്തേക്ക് മാത്രം വന്ന് ഈ പ്രദേശം ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് പോയി. അതിരിക്കട്ടെ, ദണ്ഡകാരണ്യത്തെ കൈപ്പറ്റിയ നമ്മുടെ ജ്യേഷ്ഠൻ രാവണേശ്വരൻ കിഷ്കിന്ധയെ മാത്രം എന്താണ് വിട്ടുകളഞ്ഞത്? അതും കൈക്കലാക്കിയിരുന്നെങ്കിൽ നമ്മുടെ ഭാഷയില്ലാത്ത ദക്ഷിണഭാഗം മുഴുവനും നമുക്ക് തന്നെ സ്വന്തമാകുമായിരുന്നില്ലേ? നീ പറഞ്ഞത് ശരിയാണ്. ജ്യേഷ്ഠൻ രാവണേശ്വരനും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയിരുന്നു. എന്നാൽ കിഷ്കിന്ധ ഭരിക്കുന്ന വാനവേന്ദ്രനായ ബാലി ജ്യേഷ്ഠന്റെ മിത്രമായതിനാൽ ഉറ്റമിത്രത്തിന്റെ നാട് കൈക്കലാക്കുന്നത് ഉചിതമല്ലെന്ന് കരുതി അത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ഓ, കിഷ്കിന്ധ ഭരിക്കുന്ന വീരൻ ബാലി നമ്മുടെ ജ്യേഷ്ഠന്റെ മിത്രമാണോ? മിത്രം മാത്രമല്ല, നമ്മളെപ്പോലെ തന്നെ മികച്ച ശിവഭക്തനുമാണ്. രാവണേശ്വരനെ പോലെ തന്നെ ലോകത്തിന്റെ 8 ദിശകളിലും ശിവലിംഗം സ്ഥാപിച്ചിരിക്കുന്നവൻ. ദിനംതോറും ആ 8 ദിശകളിലേക്കും പറന്നു ചെന്ന് ശിവപൂജ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അന്നം കഴിക്കൂ. അതുമാത്രമല്ല, നമ്മെപ്പോലെ ആ നാരായണനെ ജപിക്കുന്ന മുനിവര്യന്മാരെ ആരെയും തന്റെ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ കടക്കാത്ത രീതിയിൽ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ.